साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। सत्यं शिवं सुन्दरं भजन बिना सुख शांति नहीं, हरि भजन बिना सुख शांति नहीं, साई भजन बिना सुख शांति नहीं, हरि नाम बिना आनंद नहीं, साई नाम बिना आनंद नहीं, हरि नाम बिना आनंद नहीं, साई नाम बिना आनंद नहीं, हरि भजन बिना सुख शांति नहीं, साई भजन बिना सुख शांति नहीं, जप ध्यान बिना संयोग नहीं, जप ध्यान बिना संयोग नहीं, प्रभु दर्श बिना प्रज्ञान नहीं, प्रभु दर्श बिना प्रज्ञान नहीं, दय धर्म बिना सत्कर्म नहीं, दया धर्म बिना सत्कर्म नहीं, भगवान बिना कोई अपना नहीं, भगवान बिना कोई अपना नहीं, हरि नाम बिना परमात्मा नहीं, साई नाम बिना परमात्मा नहीं, हरि नाम बिना परमात्मा नहीं, साई नाम बिना परमात्मा नहीं, हरि भजन बिना साई भजन बिना हरि भजन बिना साई 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 भजन बिना हरि नाम बिना आनंद नहीं, हरि नाम बिना आनंद नहीं, हरि भजन बिना हरि भजन बिना सुख शांति नहीं। भगवद्वाक्यము మమై వంశో జీవలోకే జీవభూత సనాతన, మీరందరూ కూడాను భగవంతుని యొక్క అంశములే. It is the divine declaration that you are a part and parcel of divinity. కనుక భగవంతుడు వేరు, మీరందరూ వేరు అని మీరు భావించకండి. Do not think, do not feel that you are different from God. గాడ్ మీలోనే ఉన్నాడు, మీరే గాడ్. God resides in you. In fact, you are God. మీరు కేవలము ఆకారమును ధరించటం చేత మానవులు మనం అనిపించుకుంటున్నాము. Because of the human form, you may be referred to as humans. ఆ యొక్క మార్పు మీ యందు పంచభూతముల యందు ఉన్నటువంటి యొక్క చైతన్యమే తప్ప భగవంతుని యొక్క తత్వం కాదు. Even in the five elements, there is the divine. పంచభూతములు తప్ప మరొక ఆరవ భూతం అనేటువంటిది జగత్తులో లేనే లేదు. In the universe, there are only five elements and there is no sixth. ఎవరి యందు చూచినప్పటికీ అది
భావములు మాత్రమే ఉంటుంటాయి. And you look at anyone, there are only these 5 elements. అవే శబ్ద, స్పర్శ, రూప, రస, గంధం. And that is sound, form, touch and smell. ఇంత తప్ప ఇంక ఏమాత్రం కూడా భేదం లేదు. Actually, there are no other differences. వీటి వలననే మనము మంచి చెడ్డలు, పుణ్యము పాపము అని మనం భావిస్తున్నాం. Depending on our thinking, you may think there is merit and sin, there is something good and something bad. కానీ గుడ్ అండ్ బ్యాడ్ అనేటువంటిది భగవంతుడు ఇచ్చినటువంటిది కాదు. The good and bad are not given by God. ഒരുപക്ഷെ ലോക സഹകരണത്തിൻ്റെ ഏറ്റവും വലിയ മാതൃക നരേന്ദ്രൻ അമേരിക്കയിൽ കാണിച്ചതാണ്. നരേന്ദ്രൻ അങ്ങനെ കാണിക്കാൻ കഴിഞ്ഞത് നരേന്ദ്രൻ ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ ശിഷ്യനായതുകൊണ്ടാണ്. ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ ശിഷ്യനായത് നരേന്ദ്രൻ അങ്ങോട്ട് പോയെങ്കിൽ ശിഷ്യനായതല്ല. നരേന്ദ്രൻ ചെറുപ്പകാലത്ത് കുട്ടിക്കാലത്ത് ഒരു യുക്തിവാദിയായിരുന്നു. നരേന്ദ്രൻ്റെ ഏറ്റവും വലിയ സംശയം ഈശ്വരനുണ്ടോ ഇല്ലയോ എന്നതായിരുന്നു. ഈശ്വരനുണ്ടോ ഇല്ലയോ എന്ന തർക്കത്തിലാണ് നരേന്ദ്രൻ എല്ലാവരെയും തേടി നടന്നത്. അങ്ങനെയാണ് വേഴ്സ്വർത്തിൻ്റെ കവിത പഠിപ്പിക്കുമ്പോൾ നരേന്ദ്രൻ്റെ ഇംഗ്ലീഷ് അധ്യാപകൻ ഈ മിസ്റ്റിസിസം എന്ന് പറയുന്ന അത് പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് വേഴ്സ്വർത്തിൻ്റെത്. അതിനെക്കുറിച്ചുള്ള സംശയം ഇങ്ങനെ ഉന്നയിച്ചപ്പോൾ ആ അധ്യാപകനാണ് പറഞ്ഞത്, നരേന്ദ്ര, ഈ സംശയം തീർക്കാൻ ഏറ്റവും നല്ല ഒരാൾ കൽക്കട്ടയിലുണ്ട്, അത് ശ്രീരാമകൃഷ്ണ പരമഹംസനാണ്. നരേന്ദ്രൻ പോയി അദ്ദേഹത്തെ കാണും. ശ്രീരാമകൃഷ്ണ പരമഹംസൻ എന്ന് പറഞ്ഞാൽ അധ്യാപകനാവാനുള്ള യോഗ്യത 2ാം ക്ലാസ് മാത്രമേ വിദ്യാഭ്യാസമുള്ളൂ. പക്ഷേ അദ്ദേഹം ആ കാലത്ത് സർവരാലും അംഗീകരിക്കപ്പെട്ട കൽക്കട്ടയിലെ ഗുരുതുല്യനായ ഒരു സന്യാസിയായിരുന്നു. അപ്പം നരേന്ദ്രൻ അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ അദ്ദേഹമാണ് ഇങ്ങോട്ട് ചോദിക്കുന്നത്, നീ എന്ത് ഇത്ര കാലം വൈകിയെന്ന്. അതായത് അദ്ദേഹം തേടിയിരുന്ന ശിഷ്യൻ അദ്ദേഹം കണ്ടെത്തുകയായിരുന്നു നരേന്ദ്രനിലൂടെ. അതെപ്പോഴും ശ്രദ്ധിക്കണം ഈ അധ്യാപകർ. ഒരിക്കലും ശിഷ്യൻ ഗുരുവിനെ കണ്ടെത്തുകയല്ല, ഗുരു ശിഷ്യനെ കണ്ടെത്തുകയാണ്. ശ്രീനാരായണ ഗുരു കുമാരനാശാനെ കണ്ടെത്തിയതും അങ്ങനെയാണ്. അല്ലാതെ അങ്ങോട്ട് കണ്ടെത്തുകയല്ല. യവനിൽ ഇന്നതുണ്ടെന്ന് ആര് കണ്ടെത്തുന്നു ആ ആൾ ഗുരുവാണ്. അപ്പോൾ ഒരു ശിഷ്യനിൽ എന്താണ് അയാളുടെ പ്രതിഭ? കളിയാണോ, കലയാണോ, ശാസ്ത്രമാണോ, ഭാഷയാണോ, കവി അല്ലെങ്കിൽ നോവലിസ്റ്റാണോ, ഏതാണെന്ന് ഒരാളിലെ പ്രതിഭ കണ്ടെത്തുന്നവനാരോ ആ ആൾ ഗുരുവാണ്. അമ്മ കണ്ടെത്തിയാൽ അമ്മ ഗുരു. പക്ഷേ അമ്മയ്ക്ക് കണ്ടെത്താൻ എളുപ്പമല്ലാത്ത എന്താണെന്ന് വെച്ചാൽ ഈ വാത്സല്യത്തിൻ്റെ കണ്ണുള്ളത് കൊണ്ട് ഒരു കുട്ടിയുടെ പിറമല്ലാതെ അകം കാണാൻ അമ്മമാർക്കും അച്ഛനും ഒക്കെ പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ഒരു ഗുരു വേണമെന്ന് പറയുന്നത്. അകം കണ്ടെത്തുന്നവൻ ഗുരുവും പിറം കണ്ടെത്തുന്നവൻ അമ്മ, അച്ഛൻ, അമ്മാവൻ, ചിറ്റപ്പൻ, ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയാം. അകം കണ്ടെത്തുന്നവനാരോ അതാണ് ഗുരു. അപ്പോൾ വിവേകാനന്ദൻ്റെ അകം കണ്ടെത്തിയത് ശ്രീരാമകൃഷ്ണ പരമഹംസനാണ്. പിന്നെ 2-3 വർഷം കഴിഞ്ഞിട്ടാണ് സത്യത്തിൽ വിവേകാനന്ദൻ അംഗീകരിക്കുന്നത്, ഇതാണ് ഞാൻ തേടിയിരുന്ന ഗുരു എന്ന്. അത് കഴിഞ്ഞിട്ടാണ് സാധാരണ ഈ ശിഷ്യന്മാർക്ക് പേരിടുന്നത് ഗുരുക്കന്മാരാണ്. പക്ഷേ വിവേകാനന്ദനെ സംബന്ധിച്ച് നേരെ തിരിച്ചാണ്. ശിഷ്യനാണ് നരേന്ദ്രന് വിവേകാനന്ദൻ എന്ന പേരിട്ടത്. ഖേത്രി രാജാവ് അജിത് സിംഗ്, അദ്ദേഹം അവിടെ ബോംബെയിൽ നിന്ന് അമേരിക്കയിൽ പോകാനുള്ള കപ്പലിലെ ടിക്കറ്റൊക്കെ എടുത്തു കൊടുത്ത് ഡ്രസ്സും ഒക്കെ കൊടുത്ത അദ്ദേഹമാണ്. ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് പട്ടിണിയൊക്കെ കിടന്ന് പലരെയും കണ്ട് വിവേകാനന്ദൻ്റെ വേഷം തന്നെ അപഹസിക്കപ്പെട്ട് അങ്ങനെ അവസാനം, അതെപ്പോഴും അങ്ങനെയാണ്, ദുരിതങ്ങളുടെ അവസാനമാണ് ലക്ഷ്യത്തിൻ്റെ ചവിട്ടുപടിയിൽ ചവിട്ടാൻ അവസരം കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് വിവേകാനന്ദൻ അമേരിക്കയിൽ ചെന്ന് അമേരിക്കയിലെ 7000-ലധികം ആളുകൾ കൂടിയിരിക്കുന്ന ചിക്കാഗോ നഗരത്തിലെ സർവ്വമത സമ്മേളനത്തിൽ ഇന്ത്യയിൽ നിന്ന് വിവേകാനന്ദൻ, അതും ഹിന്ദുവിനെ പ്രതിനിധീകരിച്ച് ചെല്ലുന്നു എന്ന് പറഞ്ഞു കൊടുക്കാനൊരു സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല. പക്ഷേ അവിടെ അദ്ദേഹം ഹിന്ദുവിനെ ഒന്നുമല്ല, അദ്ദേഹം സർവ്വമനുഷ്യരെയുമാണ്, ഇന്ത്യയിലെ മൊത്തം മനുഷ്യരെയുമാണ് പ്രതിനിധിത്വം സംസാരിച്ചത്. അവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവിടെ അന്ന് വരെ സഹകരണം ഉണ്ടായിരുന്നില്ല.
ആ സമ്മേളനത്തിൽ 7000 പേരുന്നതിൽ ഹിന്ദുവായി, മുസ്ലിമായി, ക്രിസ്ത്യാനിയിൽ തന്നെ വിവിധ സഭകളായി, സ്വരാഷ്ട്രരായി, താവോയിസ്റ്റുകളായി, ഷിൻഡോകളായി, ഇങ്ങനെ പലരായി സഹകരിക്കാതെ മാനസികമായി അറയ്ക്കുള്ളിൽ തടയപ്പെട്ടിരുന്ന, അല്ലെങ്കിൽ ഒരുമിച്ചു ചേരാൻ പറ്റാത്ത മാനസികാവസ്ഥയിലെത്തി നിന്ന 7000 പണ്ഡിതരെന്ന് പറയുന്ന പ്രത്യേക പാസ് മേടിച്ച് അകത്ത് കയറിയ മനുഷ്യരെയാണ് ഇന്ത്യയിൽ നിന്ന് ചെന്ന ഈ സത്യസന്ധതയ്ക്ക് ഏറ്റവും നന്നായി അതിനോട് തൊട്ടുരുമ്മി നിന്ന വിവേകാനന്ദൻ ഒരൊറ്റ വാക്ക് കൊണ്ട് സഹകരിപ്പിച്ച് കളഞ്ഞത്. ഈ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും പാഴ്സിയും മറ്റുമായി പലതായി തിരിഞ്ഞ് അതിൻ്റെ പ്രത്യേകത ഉൾക്കൊണ്ടിരുന്ന മനുഷ്യരെ ഒരൊറ്റ വാക്കുകൊണ്ട് നിങ്ങളെൻ്റെ കൂടപ്പറപ്പുകളാണെന്ന് പറഞ്ഞപ്പോൾ ആ സഹകരണത്തിന് തടസ്സമായി നിന്ന എല്ലാ മതിലുകളും ഇല്ലായ്മപ്പെട്ടു പോവുകയായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ അത്ഭുതം. ഈ സഹകരണത്തിൻ്റെ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അത്ഭുതം അദ്ദേഹം ചിക്കാഗോയിലെ സർവ്വമത സമ്മേളനത്തിൽ നടത്തിയ വാക്കുകളാണ്. അപ്പോൾ സഹകരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമ്മൾ ഓരോരുത്തരുടെ മനസ്സിലും മനുഷ്യൻ്റെ ഒരു പ്രത്യേകത, എല്ലാ മനുഷ്യനും ഒരു കള്ളം കൊണ്ട് നടക്കുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തരും അതില്ല എന്നതാണ് മൃഗത്തിൻ്റെ പ്രത്യേകത. മൃഗം കള്ളം കൊണ്ട് നടക്കുന്നില്ല, ഒരു തുമ്പി കള്ളം കൊണ്ട് നടക്കുന്നില്ല, ഒരു ചെടിയാണ് ഒട്ടും കള്ളം കൊണ്ട് നടക്കാത്തത്. പക്ഷെ ഓരോ മനുഷ്യനും പുറത്തു പറയുന്ന വാക്കുകളെക്കാൾ അകത്തൊരു കള്ളം ഉള്ളിൽ കൊണ്ടു നടക്കാത്ത മനുഷ്യരാരുമില്ല. ആ കള്ളം കുറച്ച് കൊണ്ട് നടക്കുന്നവരെയാണ് നമ്മൾ സത്യസന്ധരെന്ന് പറയുന്നത്. കള്ളം ഒരുപാട് കൊണ്ട് നടക്കുന്നവരെയാണ് നമ്മൾ ക്രിമിനലെന്നും പിന്നെ കള്ളന്മാരെന്നൊക്കെ പറയുന്നത്. എല്ലാവരും ഇത് കൊണ്ടു നടക്കുന്നു. വിവേകാനന്ദൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ആ കള്ളം കൊണ്ടു നടക്കുന്നവരുടെ ഉള്ളം അറിഞ്ഞാൽ അവരെ ഒന്നാക്കാം. അങ്ങനെ ഒന്നാക്കി എന്നതാണ്. ഔദാര്യപൂർവ്വം കുട്ടികൾക്ക് ഭക്ഷണം സൗജന്യമായി കൊടുക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഞാനൊരു ചെറിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് പറയുന്നത് ഭംഗിയല്ല, എങ്കിലും മറ്റുള്ളവരും അതുമാതിരി ചെയ്താൽ കൊള്ളാമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പറയുകയാണ്. 1000 രൂപ ഒരു മാസം കുട്ടികൾക്ക് വേണ്ടി ഭക്ഷണത്തിന് വേണ്ടി കൊടുക്കാൻ ഞാൻ ഇവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ജന്മദിന സംഗമം. നമ്മുടെ വീട്ടിൽ എല്ലായ്പ്പോഴും ആഘോഷിക്കുന്ന ഒന്നാണ് ജന്മദിനം. നമ്മുടെ മാതാപിതാക്കളുടെ, നമ്മുടെ കുട്ടികളുടെ, നമ്മുടെ സഹോദരീ സഹോദരന്മാരുടെ എല്ലാം ജന്മദിനം വളരെ പ്രാധാന്യമുള്ളതാണല്ലോ. നമ്മുടെ ജന്മദിനാഘോഷങ്ങൾ നടക്കുമ്പോൾ സായി നികേതൻ എന്ന അനാഥാലയത്തിലെ കുട്ടികൾ, സായുജ്യത്തിലെ അമ്മൂമ്മമാർ, സാന്ത്വനത്തിലെ കുട്ടികൾ, ഇവരെ ഓർക്കുക. ഇവരെ കൂടി ഉൾപ്പെടുത്തിക്കൂടെ? അങ്ങനെ ഉൾപ്പെടുത്താമെന്ന് തോന്നുന്നുവെങ്കിൽ താഴെയുള്ള മേൽവിലാസവുമായി ബന്ധപ്പെടുക. ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ്, കേരള, ശാസ്തമംഗലം, തിരുവനന്തപുരം. മഹാത്മാഗാന്ധിജി ചൂണ്ടിക്കാണിച്ച പോലെ ഭാരതം ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണ്. ഈ പ്രദേശത്തെ കർഷകരും അത് ഈ സായി ഗ്രാമത്തിൽ അതിൻ്റെ സംഘാടകരും ശ്രീ അനന്തകുമാരുമെല്ലാം താല്പര്യം എടുത്തിട്ട് ഇവിടെ ഒരു ഗ്രാമോത്സവം സംഘടിപ്പിക്കാൻ മുന്നോട്ട് വന്നിരിക്കുന്നു. കർഷകരുടെ കൂട്ടായ്മ ഉണ്ടാവാൻ സഹായിക്കും. അവർക്ക് പരസ്പരം അറിയാവുന്ന വിദ്യകൾ, പരിജ്ഞാനം കൈമാറാൻ സാധിക്കുന്നു. ഉൽപ്പന്നങ്ങൾ വിൽക്കാനായിട്ടുള്ള സൗകര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ തീർച്ചയായിട്ടും ആ ഒരു കൂട്ടായ്മ വളരെ പ്രധാനപ്പെട്ട ഘടകമാണത്. ഈ കൂട്ടായ്മയുടെ അഭാവമായിരുന്നു കാർഷിക രംഗത്തെ തകർച്ചയ്ക്കുള്ള കാരണങ്ങളിൽ പ്രമുഖമായ ഒരു കാരണം. എത്രത്തോളം വിദ്യാഭ്യാസം കൂടുന്നു അത്രത്തോളം അവൻ സ്വാർത്ഥിയായിട്ട് മാറുന്നു. ഇതാണ് അനുഭവം. കൂട്ടായ്മയുടെ അഭാവമാണ്. നമുക്ക് വാസ്തവത്തിൽ സമൂഹമാണ് നമ്മളെ വളർത്തുന്നത്. നമുക്ക് സമൂഹത്തിനോടൊരു കടപ്പാടുണ്ട്. എൻ്റെ വിദ്യാഭ്യാസം, എൻ്റെ കഴിവ്, എൻ്റെ നേട്ടങ്ങൾ, ഇതൊക്കെ തന്നെ ഞാൻ അതിന് കടപ്പെട്ടിരിക്കുന്നത് സമൂഹത്തിനോട് കൂടിയിട്ടാണ്. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്. കേരളത്തെ പോലെ ഇത്രമാത്രം വികസനത്തിന് സാധ്യതയുള്ള മറ്റൊരു സംസ്ഥാനമില്ല.
ഇത്രയും മഴ, ഇത്രയും അനുകൂല സാഹചര്യങ്ങൾ, കാട്, കടൽ, നദികൾ, മഴ, കുളങ്ങൾ, പഴയൊരു പരിജ്ഞാനം, വിദ്യാസമ്പന്നർ, ഇതൊക്കെ ഉള്ള ഒരു നാടുണ്ടായിട്ട് അതിനെ വേണ്ട രീതിയിൽ കൊണ്ട് നടക്കാൻ കഴിയുന്നില്ലെങ്കിൽ അതിനാരെ കുറ്റം പറയേണ്ടത്? ദൈവത്തിനാണോ കുറ്റം പറയേണ്ടത്? ഈ കാര്യങ്ങൾ കൊണ്ടു നടക്കുന്ന കാര്യത്തിൽ നമ്മൾ സ്വീകരിച്ചിരുന്ന നയപരിപാടികളുടെ പരാജയം കൊണ്ട് ഈ ദുസ്ഥിതി ഉണ്ടാക്കിയിരിക്കുന്നു. സായി ഗ്രാമത്തിൽ സ്ഥിരതാമസത്തിന് ഗസ്റ്റ് ഹൗസുകൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 934990 समस्तलोकाः सुखिनो भवन्तु समस्तलोकाः सुखिनो भवन्तु ആനന്ദം പരമാത്മരൂപമൃത പ്രേമപ്രഭാവം ശിവം ശ്രീ സായീശ്വരമീശ്വരം തനയം വന്ദേ വന്ദേ ജഗത്താരകം.